ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഭയങ്കര ടയർഡായി തോന്നുന്നത്. അതൊന്നുകൊണ്ട് രാത്രി ഞാൻ അങ്ങനെ കുളിക്കാറില്ല. എന്നിപ്പോ നല്ല രസമുണ്ടാവും. നാളെ രാവിലത്തേക്ക് പെട്ടെന്ന് തലവേദന ഉണ്ട്. അല്ല, നല്ല ടയർഡായി തോന്നുന്നു. എന്റെ എത്ര പ്രാവശ്യം പറഞ്ഞത്? വെള്ളം പോയി. എത്ര പ്രാവശ്യം പോയി? അതെങ്ങനെ മനസ്സിലാവാ? അല്ല, എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് ആയി? ഇൻട്രസ്റ്റ് ആണ് എനിക്ക് പറയാൻ ചമ്പലാണ്. എത്ര പ്രാവശ്യം? അതോ നീ ചമ്മണ്ടാന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കി അറിയോ? ഫസ്റ്റ് ലൈറ്റ് ഇട്ട് എനിക്ക് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കണ്ടോണ്ട് കളിക്കാനൊക്കെ തോന്നും. പക്ഷെ എനിക്ക് ചമ്മലുണ്ടാവുന്ന എനിക്കറിയില്ല. അതെല്ലാവരും ലൈറ്റ് ഓഫ് ആക്കി. എനിക്കൊന്നും മനസ്സിലായി. നീ ആള് മാറുമെന്ന് അറിഞ്ഞില്ല ഞാൻ. അത്രയും ചെയ്തെന്ന്. എനിക്കിപ്പോഴും ടെൻഷൻ പോയിട്ടില്ല കേട്ടോ. കുട്ടിക്ക് എന്താ പേരിടാ? വേറെ മനുഷ്യന് ടെൻഷൻ എന്തോ സാധനം. ആൺകുട്ടിയാണെങ്കിൽ നീ പേരിട്ടു. കുട്ടിയാമത്തെ ഞങ്ങൾ അബോഷനായിട്ട് ചെയ്തതന്നെ പോലും എന്തോരം കണ്ണിക്കാരില്ലാതെ സംസാരിക്കണേ. ഇല്ലടാ, അങ്ങനെ സമ്മതിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടി. ബാക്കിനെ കളിക്കുമ്പോൾ ഫ്രണ്ടിൽ അപ്പെന്ത് തോന്നി എനിക്ക്? എനിക്കൊന്നും തോന്നിയില്ല. സത്യം ബാക്കിൽ കളിക്കുമ്പോൾ ഫ്രണ്ടിൽ കളിക്കുന്നവർ തോന്നി. ഇല്ല, പക്ഷെ ബാക്കിൽ നോക്കിയപ്പോ ബാക്കിൽ ചെയ്തപ്പോഴും മുന്നില് ചെയ്യുന്ന പോലെ തന്നെ മുന്നിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ചെയ്യുമ്പോ നല്ല സുഖമുണ്ടാ? മോനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വരലിടുമ്പോ സുഖമുണ്ടായത് ചെയ്യുമ്പോ സുഖമുണ്ട്. വരലിടാൻ ഞാൻ സാധനം വരെ ഇടാൻ സമ്മതിക്കാം. ഞാനില്ലാതെ നീ വരലിടാൻ നോക്കണ്ടാ. പിന്നെ എനിക്കതിന്റെ പണി ഇത് അതിന് മോള് പിന്നെ മറ്റേക്ക് മോള് മോന് മതിയാക്കി കളിച്ചാ. എപ്പഴാ വിളിക്കാ? ഇന്നിപ്പോ നാളെ എനിക്ക് തോന്നില്ല. നാളെ അതല്ല എനിക്ക് വീട്ടിലേക്ക് എപ്പോ വിളിക്കാം? ഇന്നത്തെ ഹാങ് ഓവർ മാറിയോ? അന്ന് എക്സാമിന്റെ ഹാങ് ഓവർ കുറച്ച് കാലം വരെ ഉണ്ടായിരുന്നു. എത്ര നേരം എത്ര മണിക്ക് അവിടെ എത്തി? എനിക്ക് ടൈം എത്തിയ ടൈം ഓർമ്മയില്ല. എനിക്കൊന്ന് 5:30 അപ്പൊ 5:30 5:30 നീ പറഞ്ഞ 5:30 കുട്ടി 5:30 6:30 7:30 8:30 9:30 4 മണിക്കൂർ സമാധാനമായിട്ട് എനിക്ക്. സമാധാനമില്ല മോനിക്ക്? മോനിക്ക് സമാധാനമില്ല. ഇപ്പൊ ഇത്ര വരെ നിൽക്കരുത്, എന്നെ ആട്ടി ഓട്ടിച്ച. ഇല്ല തന്നെ ഞാൻ പത്തിരി കെട്ട എനിക്ക് തന്നെ അറിയണം. പത്തിരി ആടെ സഹായം പറയട്ടാ 6 കിട്ടിയിട്ടുള്ളൂ. ബാക്കി വേറെ പത്തിരി ഉണ്ട്. ഭാഷക്ക് വേറെ പത്തിരി ഇഷ്ടം. ഭാഷക്ക് പത്തിരി എടുക്കാൻ മാറുന്ന എന്റെ അവിടെ ടെൻഷനിൽ നിങ്ങൾ തന്നെ കൂടുതൽ ടെൻഷൻ എടുത്തിരുന്നു. അവിടെ അല്ല ഉപ്പാന്റെ റൂമിലിരുന്ന്, നിന്റെ റൂമിലിരുന്ന്, നിന്റെ കാട്ടിലിരുന്ന്, സോഫയിലിരുന്ന്, എന്നെ എവിടെ വാക്കില്ല. ബാത്റൂമിൽ കയറി, ഗിഫ്റ്റില് കയറി, എന്നെ എവിടെ വാക്കില്ല എന്റെ വീട്ടില്. പാൽക്കടി കയറില്ല. അത് നോക്കിയാ ഒന്നും മിസ്സായിട്ടില്ലല്ലോ. എന്റെ അടുത്ത് ഞാൻ വാച്ച് വരെ കെട്ടിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. ഒന്നും വേറെ ഒന്നും മിസ്സായിട്ടില്ലല്ലോ. ഇല്ലല്ലോ, നോക്കട്ടെ. ഇല്ലല്ല, ഗുരുവിന്റെ കോയിൻ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അത് ഞാൻ ഫ്രണ്ടിലെ മറ്റേ എന്താ പറയുക ഷർട്ടിന്റെ പോക്കറ്റിലിട്ടു. പാന്റിന്റെ ഇട്ടെങ്കിൽ മിസ്സായിരുന്നു. കോയിൻ കിട്ടാൻ മിസ്സായിരുന്നു. മനസ്സിലായോ? പിന്നെന്ത് മോളൂ തരാം. ഇനി ഇങ്ങനത്തെ കിസ് വേണോ? ഇനി വേണ്ട വേണ്ട. എനിക്ക് കിട്ടിയ ഞാൻ സ്വീകരിക്കാം. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കിട്ടി ഞാനും സ്വീകരിക്കും. പോരാ പോരല്ലേ? നേരത്തെ എല്ലാം എടുത്തിട്ട് ടയേർഡാക്കിയതേ. എന്തെല്ലായിരുന്നു ശരി. നല്ല നീ കറക്കായിരുന്നു ഇങ്ങനെ. ഹലോ. പിന്നെ എന്നാ വെച്ചോ? വെക്കണ
വെച്ച് വരത്തിന് പേസടണ്ട. ആവശ്യമില്ലാത്തൊന്നും. പിന്നെ എനിക്ക് തന്ന വാക്ക് മറക്കണ്ട. ഏത് കൊറേ വാക്ക് തന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. ഒന്ന് ജോലി കഴിക്കലാണ്. എനിക്കിങ്ങനെ തന്നില്ല. ഇല്ല ഞാൻ അങ്ങനെയല്ല, ഞാൻ തന്നെ വിഷമിച്ചെന്നപ്പോ തിരിച്ചു പറഞ്ഞ ഈ പേരിക്കല് ഞാൻ കുടിക്കില്ല കാരണം എന്നോട്. ശരിയാ, വാക്കും തന്നില്ല. പക്ഷെ അത് ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ അർത്ഥം കുടിക്കുന്നോ? എനിക്ക് ശാസ്ത്രല്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയണം. പറയണോ? ചെയ്തിട്ടുണ്ട് നിന്നോട് പറയണോ? അല്ല, അതേപോലെ ഇങ്ങനെ ഇത് ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിന്നോട് പറയുന്നുണ്ട്. ഞാൻ പറയാതെ ഇതുവരെ എനിക്കിത് അറിഞ്ഞിരുന്ന അത്ര ഇതുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഒളിപ്പിച്ചേക്കുന്നില്ല ഇക്കാര്യം. എന്നാലും ഫ്രണ്ട്സില്ലേ നിർബന്ധിച്ചാല് ചിലപ്പോ ചിരിപ്പിക്ക് എനിക്കറിയാം. ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കൊടുക്കാണെങ്കിൽ ഇന്നും പറയണം കേട്ടോ. പറയണം. എനിക്കാകെ ടെൻഷനാവില്ലെങ്കിൽ ഒന്നും അറിയാതെ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും കുടിക്കരുത് ചോദിച്ചു. കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കും? കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്നു. കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനെന്നെ ഉണ്ടാക്കുന്നു. ഹലോ. പിന്നെ നാളെ നിസ്കരിക്കണം. നാളെ പോട്ടെ. നാളെ ലഹറ മുതൽ എന്തായാലും നിസ്കരിക്കാൻ പോകണം. സുബൈ കുളിച്ചോ? ഞാനിപ്പോ കിടക്കണം കുളിക്കും. പിന്നെ വേറെന്താ വാക്ക്? വേറൊന്നുമില്ലല്ലോ. എനിക്ക് നിസ്കാരം ശരിയായാലും മതിയടാ. നിസ്കാരം ശരിയായി മതിയെന്നോ? നിസ്കാരം ശരിയായെങ്കിൽ എല്ലാം ശരിയായ മതി. എനിക്കും അപ്പൊ ഡിച്ച് അങ്ങനെ ചിന്തിക്കണെങ്കിൽ ഞാനൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ ഡിച്ചുന്നുണ്ട് എല്ലാവർക്കും നിസ്കരിക്കാൻ വേണ്ടിട്ട്. അല്ല കൂട്ടി എനിക്ക് നിസ്കരിക്കാൻ ആഗ്രഹമുള്ളൂ, പറ്റുന്നില്ല. മടി ഷെയ്ത്താന്റെ കൊണ്ട് തന്നെ എന്താ പറയാ ഒരു വല്ലാതെ ഇത് ഷെയ്ത്താന്റെ അടുത്ത് ഞാൻ ജയിക്കുന്നില്ല. ഷെയ്ത്താന്റെ അടുത്ത് ജയിച്ചു ഷെയ്ത്താനെ മടിയനാക്കി വേണ്ട നിസ്കരിക്കുന്നുണ്ട്. നീ കളിക്കാൻ പോകുന്നു ഉറങ്ങി നീ എന്തിനാ വെറുതെ അവിടെ പോയി ഇതാക്കി നേരം വൈകിട്ട് കിടന്നിറങ്ങിയാൽ മതി. ഫിലിം കാണു, അത് ചിന്തിക്കും ഇത് ചിന്തിക്കില്ലേ. ചെയ്യാ ഷെയ്ത്താന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിപ്പോയി. നല്ലതിപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എവിടത്തേക്കാ ഇനിയൊന്നുമില്ല. ഒന്നുമില്ല. എവിടത്തേക്കാണെങ്കിൽ ഒന്നുമില്ല. പിന്നെന്താ എപ്പോഴും മറക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട 21st 23 സംഭവിച്ചു. ഞാൻ ആലോചിച്ചു, ഡേറ്റ് ആലോചിച്ചു. അപ്പം ഇവിടെ പോസ്റ്റ് പോകുമ്പോ തന്നെ ഞാൻ ആലോചിച്ചു എത്ര ഡേറ്റ് ഒന്ന്. പിന്നെ August 21 എന്റെ ജീവിതത്തിൽ എന്റെ ഓഗസ്റ്റിലല്ല നല്ല മാസമായിരുന്നു. എനിക്ക് ഏറ്റവും നല്ല മാസമായിരുന്നു ഓഗസ്റ്റ്. എന്റെ ബർത്ത്ഡേ, എന്റെ ലൈഫിന്റെ വ്യത്യാസം, എന്റെ പെങ്ങളുടെ ആനിവേഴ്സറി, എന്റെ എല്ലാം കത്തുവാൻ്റെ കൂടെ ഉണ്ടായതാണ്. പിന്നെ വേറെന്നല്ലല്ലോ. ഹലോ. അവിടെ വരും ടാക്സി ചെയ്തോ? ഇല്ല. എന്നാലോ ഇല്ല മോനെ. ഇന്നും ഒരു ഇല്ലാതെ എനിക്കറിയാം. ടയർഡായിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പിന്നെ ഒരു കാത്തിരുന്നോ? പിന്നെ ഇല്ല കാര്യമായിട്ട് ഇതിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റം കേട്ടോ. എനിക്ക് പിടിക്കുന്നില്ല. ഏത് ഹെയർ സ്റ്റൈലാണ് വേണ്ടത്? എനിക്കറിയില്ല. ഇതിന്റെ ഹെയർ സ്റ്റൈൽ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? അന്ന് വന്നപ്പോഴും അങ്ങനെയല്ലായിരുന്നു. വേറെ മടങ്ങായിരുന്നു. അത് വലിയ ചെറുതായിരിക്കും. അത് വലുതാ. അന്ന് വലുതൊന്നല്ലോ. ഇത് അലോൺ ചെറുതാക്കിയാ. ഇന്റർവ്യൂ പോകാണ്ട് അലോൺ ചെറുതാക്കി. അതിനെക്കാണ്ട് ചെറുതാക്കി. അത് ചെറുതാക്കിയെങ്കിൽ എന്റെ മുടിനായിരുന്നു നഷ്ടമില്ല. പറഞ്ഞവർ കേൾക്കുന്നില്ല. ഞാൻ മാത്രം പോയപ്പോ നിറച്ചു മുടി ഞാൻ ഭാഗ്യത്തിന് കണ്ടു. പോടാ. പിന്നെ നല്ല മുടി കൊയ്യുന്നുണ്ടല്ലേ? അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. മുടി നല്ലോണം കൊയ്യുന്നുണ്ട്.
ഇത്തിരി ഏസിനെ കൊണ്ട് നല്ലോണം കാണും. ഞാൻ കേട്ടി പ്രശ്നമില്ല. എനിക്കെന്നിട്ട് ഇങ്ങനെ ടെൻഷൻ എന്തെങ്കിലും അവിടെ ഇവിടെ ഓരോ ടെൻഷൻ എല്ലാം ചെയ്യാറില്ലെന്ന്. ഇത്ര തടി വെച്ചിട്ടുണ്ട് തോന്നുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച നല്ല നിലയുന്നു. പിന്നെ തടിച്ചിട്ടുണ്ട് തോന്നി. കൈയൊക്കെ നോക്കുകയാണെങ്കിൽ അന്നത്തെ നല്ല തടിച്ചിട്ടുണ്ട്. സത്യം ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ നല്ല ക്ഷണിച്ചായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നി. ചില ഡ്രസ്സൊക്കെ അങ്ങനെ തോന്നല്ലോ. കേൾക്കണ്ടല്ലേ പാവട്ടോ അല്ലെങ്കിൽ പുളിക്കറ എല്ലാ പണി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പറ്റി. അവര് വരാൻ കാത്തൊക്കെ ഞാൻ കിടക്കാൻ അവർക്ക് തുറന്നു കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അച്ഛൻ കിടന്നെന്ന് വെച്ചാൽ മതി. പിന്നെ നാളെ എന്റെ സംസാരിക്കാൻ പിടിക്കാം. എനിക്കറിയില്ല. നല്ല മെന്നിട്ടുണ്ടായിരുന്നു. കൊറേ മൂന്ന് എത്രണ്ണൊന്നുമില്ല പറയാനുണ്ടായിരുന്നു. ഏകദേശം എന്തായാലും 10 കോടിയെങ്കിലും ഉണ്ടാവും. സത്യായിട്ടും. പിന്നെ നാളെ നീ രശ്മി വിളിക്കും. രശ്മി വിളിക്കും നാളെ. പിന്നെ ഞാൻ വിളിച്ചില്ല. ഞാൻ തിരിച്ചു പോകുമ്പോ തന്നെ 9:45 വെച്ചപ്പോൾ ഞാൻ ആൾക്കാരെ വിളിച്ചില്ല. എനിക്ക് മതിയാവും. പിന്നെ എനിക്ക് 10 രൂപ ചൂടാനുണ്ട്. അപ്പൊ എല്ലാം കൂടി